വ്യഭിചാരത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, കള്ളുകുടിയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് വിലക്കി കളഞ്ഞ 7 മഹാപാതകങ്ങളുണ്ട്. എല്ലാ പാപങ്ങളുടെയും നേതാവെന്നറിയപ്പെടുന്ന 7 വൻപാതകങ്ങൾ, സപ്തപാതകങ്ങൾ. ആ പാതകങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. ഏതൊക്കെ സാഹചര്യം വന്നാലും ഏതൊക്കെ അവസരം വന്നാലും 7 പാപങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. ഇജ്തനിബൂ സബഅൽ മൂബിഖാത്ത്. ഏതൊക്കെ പിശാച് തുലച്ചാലും ഏതൊക്കെ പ്രയാസം വന്നാലും പ്രതിബന്ധം വന്നാലും എത്രയൊക്കെ ആയാലും ഒരു മുഅ്മിനാണോ, അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ചവനാണോ, ഇജ്തനിബൂ സബഅൽ മൂബിഖാത്ത്. 7 വൻപാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യരുതേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു വിശ്വാസിയാണോ ഈ പറയാൻ പോകുന്ന 7 പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാക്കട്ടെ. ഒന്ന്, ഇമാം ബുഖാരി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസ്. عن أبي هريرة رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 7 വൻപാപങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണേ. മരിക്കുന്നത് വരെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഈ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതിലൊന്നാമത്തെ ഏറ്റവും വൻപാതകത്തിൽപ്പെട്ട തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റേതാ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, ഏകനായ റബ്ബിനോട് ശിർക്ക് വെക്കുക, ഏകനായ ഖത്താറായ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട 7 പാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗബ ചെയ്താൽ പോലും അല്ലാഹു സ്വീകരിക്കാത്ത പാപമാണ് ഏകനായ അല്ലാഹുവിനോട് പങ്കു ചേർക്കുക. അശ്ശിർക്കു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പറയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഏകനായ നിന്നെ സൃഷ്ടിച്ചാ, നിന്നെ പടച്ചാ, നിനക്ക് ഭക്ഷണം തന്നാ, നിനക്ക് ആരോഗ്യം തന്നാ, നിനക്ക് ഭാര്യയെ തന്ന, നിനക്ക് മക്കളെ തന്നാ, നീ ചോദിക്കാതെ തന്നെ നിനക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നാ, നിന്റെ അല്ലാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർത്താൽ ഏത് പാപം ചെയ്താലും അല്ലാഹു പുറത്തു മാപ്പാക്കി തരും. വ്യഭിചരിച്ചാൽ തൗബ ചെയ്താലും മാപ്പാക്കി തരും. മദ്യപാനി തൗബ ചെയ്താലും മാപ്പ് കിട്ടും. പക്ഷേ അല്ലാഹുവിനോട് പങ്കു ചേർത്താൽ, എന്റെ വഹദാനിയത്തിനോട് പങ്കു ചേർത്താൽ, എന്റെ റുബൂബിയത്തിനോടും എന്റെ വഹദാനിയത്തിനോടും നിങ്ങൾ പങ്കാളികളെ ചേർത്താൽ അത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഏത് പാപവും ഉദ്ദേശിച്ചാൽ പുറത്തു മാപ്പാക്കി തരും. പക്ഷേ ശിർക്ക് മാത്രം അല്ലാഹു പൊറുക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനാ സഹോദരങ്ങളെ പണച്ചെറുപ്പിനോട് നമ്മൾ പങ്കു ചേർക്കുന്നത്? എന്തിനാ? ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മക്കളെ തന്നതാരാ, നിനക്ക് ഭാര്യയെ തന്നതാരാ, നിനക്ക് ആഹാരം തന്നതാരാ, നിനക്ക് ഭക്ഷണം തന്നതാരാ, നിനക്ക് ആരോഗ്യം തന്നതാരാ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീ
വഇദാ മരിൽതു ഫഹുവ യശ്ഫീ. എനിക്ക് രോഗം വന്നാൽ എനിക്ക് രോഗത്തിന് ശിഫ നൽകുന്ന, എനിക്ക് വെള്ളം കുടിക്കാൻ തരുന്ന, എനിക്ക് കഴിക്കാൻ ആവശ്യാനുസരണം ഭക്ഷണം നൽകുന്ന എന്റെ അല്ലാഹ്, പിന്നെ എന്തിനാണ് അല്ലാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് ഞാൻ എന്റെ ചിന്തയെ തിരിക്കുന്നത്? ഇന്ന് നമ്മുടെ ഇടയിൽ എത്രയോ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നടമാടുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമില്ല, അല്ലാഹുവിലുള്ള വിശ്വാസമില്ല. ലോകത്തിന്റെ പണം ഉണ്ടാക്കാൻ ഏതൊക്കെ ശിർക്കിന്റെ വഴികളാണ് നമ്മൾ തേടുന്നത്. ആർക്കും എന്നോട് പരാതിയും പരിഭവവും തോന്നരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് പണക്കാരനാവാൻ, പെട്ടെന്ന് സമ്പന്നനാവാൻ ഏതൊക്കെ വഴികളാ മോനെ? ലോകത്തിലെ ഏറ്റവും വലിയ ഖജനാവാരുടേതാ? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഖജനാവന്റെ റബ്ബിന്റേതാ. ആ ഖജനാവിൽ നിന്ന് അവൻ എനിക്ക് തന്നാൽ അവനെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ എന്റെ ഖജനാവ് നിന്റെ ഖജനാവിന്റെ മുമ്പിലാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഖജനാവ് ആരുടെ ഖജനാവാ? ആരുടെ ഖജനാവാ? ഒന്ന് പറ മനുഷ്യന്മാരെ. ലോകത്തിലെ ഏറ്റവും വലിയ ഖജനാവ് ആരുടേതാ? അള്ളാഹുടെ ഖജനാവാൻ. ആ ഖജനാവ് ഉണ്ടാകുമ്പോ അള്ളാഹു അല്ലാത്തതിലേക്ക് നമ്മൾ എന്തിനാ ഖജനാവിന്റെ സൂക്ഷിപ്പിന് വേണ്ടി പോവുക? ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടുന്ന ഏതൊക്കെ അനാചാരങ്ങളാണ്, ശിർക്കിൻ വഴികൾ ഏതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്? രാവിലെ ടിവിയുടെ മുമ്പിൽ പോയിരുന്നാൽ ഒരമണിക്കൂർ പരസ്യമുണ്ട് ഇപ്പൊ എല്ലാ ചാനലിലും. ഈ മോതിരം വിരലുമ്മയിട്ടാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ ലക്ഷാധിപതിയാവും. ഈ കല്ലെടുത്തിട്ട് നിങ്ങൾ കഴുത്തുമ്മേ കെട്ടിയാൽ 7 ദിവസം കൊണ്ട് നിങ്ങൾ കോടിപതിയാവും. ഈ പൂജിച്ച സാധനം എടുത്തിട്ട് അരേ കെട്ടിയാൽ നിങ്ങളുടെ പെറാത്ത പെണ്ണ് പ്രസവിക്കും. ഈ ഏലസ് എടുത്തിട്ട് കഴുത്തുമ്മേ കെട്ടിയാൽ നീ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാവും. എന്നാ പിന്നെ ഇത് ഉണ്ടാക്കിയ ചങ്ങാതിക്ക് എലി കെട്ടിയാൽ പോരായിരുന്നു? ഈ എലി കെട്ടിയാൽ മാന്ത്രിക ഏലസ് എലിയിൽ അരയിൽ കെട്ടിയാൽ ഒരാഴ്ച കൊണ്ട് കോടീശ്വരനാകുമെങ്കിൽ ആദ്യം കെട്ടേണ്ടതാരാ? പറ മനുഷ്യന്മാരെ, അത് ആദ്യം കെട്ടിയിട്ട് കോടീശ്വരനാവേണ്ടതാരാ? അത് ഉണ്ടാക്കിയവനല്ലേ അരയെ കെട്ടിയിട്ട് കോടീശ്വരനാവേണ്ടത്? ഇതുപോലും ചിന്തിക്കാനറിയാത്ത പച്ച പൊട്ടികളെ നിങ്ങളല്ലേ മണിയോടൊന്ന് പൈസയും കൊടുത്തിട്ട് കാത്തിരുന്നത്? ഈ നേരൊക്കെ അന്ധവിശ്വാസങ്ങൾ. ക്യാൻസർ വന്നു, ട്യൂമർ വന്നു, വീട്ടില് സമാധാനമില്ല, പ്രയാസമാണ്. ഏറ്റവും പോയിരുന്നിട്ട് അതിജീവന കലയുടെ ആചാര്യന്റെ മുമ്പിൽ പോയി ഭസ്മാസനത്തിലിരുന്നിട്ട് ശ്വാസം മേപ്പോട്ട് വലിച്ചു വിട്ടിട്ട് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ. എവിടെയാ സമാധാനം? എവിടെയാ സമാധാനം? വീട്ടില് സമാധാനമില്ല, വീട്ടിൽ അസ്വസ്ഥതയാണ്, വീട്ടിൽ പ്രയാസങ്ങളാണ്, അത് മാറുന്നില്ല. ആൾ രൂപങ്ങളുടെയും ആൾ ദൈവങ്ങളുടെയും മുമ്പിൽ പോയി അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ചിതലരിച്ച വിശ്വാസത്തിന്റെ അടിമകളെ അള്ളാഹു പുറത്തു തരില്ല, അള്ളാഹു പുറത്തു തരില്ല, അള്ളാഹു പുറത്തു തരില്ല. അള്ളാഹു അല്ലാത്ത ആരാധനകൾ പങ്കു ചേർത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിനക്കേത് വേദനയുണ്ടായാലും, നിനക്കേത് പ്രയാസം ഉണ്ടായാലും, നിനക്കേത് ബുദ്ധിമുട്ടുണ്ടായാലും നീ ആ നിന്റെ വേവലാതിയും ആവലാതിയും പറയേണ്ടതാരോടാ? എന്നെന്റെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹങ്ങൾ മുഴുവനെ ശിർക്കിലേക്ക് പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് നമ്മളെ വെളിയിലാക്കുന്ന ആചാരങ്ങൾ പോലും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ നടമാടിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പൊറുക്കില്ല എന്ന് പറഞ്ഞ 7 വൻപാതകങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാതകമാണ് ശിർക്കു ബില്ലാഹ്. ഏകനായ അള്ളാഹുവിനോട് പങ്കുവെക്കുക. 7 വൻപാതങ്ങളിലെ രണ്ടാമത്തെ പാതകം. ഒന്നാമത്തേത് ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. ഒന്നാമത്തേതാ? അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിനോട് ആരാധനയിൽ പങ്കു ചേർക്കുക. അവന്റെ ഖജനാവാണ് വിശാലം, അള്ളാഹുവിന്റേതാണ്. എനിക്ക് വാരിക്കോരി തന്നാൽ റബ്ബേ നിന്നോട് ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. അള്ളാഹുവേ, അല്ലാഹുമ്മ അന്തൽ അവ്വൽ വലൈസ ഖബ്ലക ശൈഉൻ, അല്ലാഹുമ്മ അന്തൽ ആഖിർ വലൈസ ബഅദക ശൈഉൻ. അള്ളാഹുവേ, നിനക്ക് മുമ്പ് ഒരാളില്ല, നിനക്ക് ശേഷം ഒരാളില്ല, നീ ആദിയാണ്, അനാദിയാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് ഉറപ്പാണ് അള്ളാഹുവേ, എനിക്ക് ഉറപ്പാണ് അള്ളാഹുവേ, ഞാൻ നിന്റെ ഖജനാവിനോട് ചോദിക്കും. അള്ളാഹുവിന്റെ ഖജനാവ് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ.
റാസിഖ് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഈ ഈമാൻ എപ്പോഴും മനസ്സിലുണ്ടാകണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. ഈ ദുആ നിങ്ങൾ എപ്പോഴും പറഞ്ഞോളി. എപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ടായിരുന്നുവല്ലോ, അല്ലാഹുവേ اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت. പടച്ചവനെ അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ തന്നതിനെ തടയുന്നവനില്ല, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല, നീ വിധിച്ചതിനെ അസ്ഥിരമാക്കുന്നവനില്ല, നീ അസ്ഥിരമാക്കുന്നവനെ വിധിക്കുന്നവനുമില്ല. അല്ലാഹുവേ, നീയാണ് വലുത് എന്ന ഈമാൻ എപ്പോഴും ഹൃദയത്തിലുണ്ടാവുക. അല്ലാഹു നമ്മളെ എല്ലാ പ്രയാസത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. 7 വൻപാതകളിലെ രണ്ടാമത്തെ പാതകം, രണ്ടാമതല്ലാഹു പൊറുക്കാത്ത ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ രണ്ടാമത്തെ വൻപാപം അസ്സിഹ്റു, സിഹ്ർ ചെയ്യുക, അസ്സിഹ്റു മാരണം ചെയ്യുക. ഒന്നാമത്തേത് ഈ വിഷയം അത്ര ഇഷ്ടമുള്ള വിഷയമല്ല. ഒന്ന്, അള്ളാനോട് പങ്കുചേർക്കുക. 2, 7 വൻപാപത്തിൽ രണ്ടാമത്തെ പാപം അസ്സിഹ്റു, മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക. മറ്റൊരാള് തകർന്നു കാണാൻ കൂടോത്രവും ആപചാര ക്രിയകളും നടത്തുക. ഇത് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. ഇന്ന് പല ആളുകളും ഇത് ചെയ്യാറുണ്ട്. ചില ആളുകൾ ചോദിക്കും, സിഹ്ർ ചെയ്താ ബലിക്കോ? ബലിക്കോ ഉറപ്പാണ്. അതിനകത്ത് യാതൊരുവിധ തർക്കവും വേണ്ട. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ട്. പ്രവാചകനെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൽ തലമുടി കെട്ടിയിട്ടിട്ട് പ്രവാചകന് സിഹ്ർ ചെയ്തു. അവസാനം അലി റളിയല്ലാഹു തആല അൻഹു ആ കിണറ്റിലിറങ്ങിയിട്ട് കെട്ടിയിട്ട് ആ മുടിയെടുത്ത് വെളിയിൽ കളഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് അസ്വസ്ഥത മാറിയതെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നുണ്ട്. അതല്ലാത്തവർക്ക് എതിർവാദമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമില്ല, അത് നമുക്ക് പ്രശ്നമില്ല. അതിനിവിടെ തർക്കത്തിന് വേദിയില്ല. എന്നോട് ആരും തർക്കിക്കാൻ വരും വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചോളം സിഹ്ർ ബാധിക്കും, ഉറപ്പാണ്. അതല്ലാത്ത വാദമുള്ളവരുണ്ടാവാം. വാദപ്രതിവാദത്തിനോ ഖണ്ഡനമണ്ഡലങ്ങൾക്കോ തർക്കവിതർക്കങ്ങൾക്കോ നമ്മൾ നമ്മുടെ വേദികൾ ഉപയോഗപ്പെടുത്താറില്ല. അതുകൊണ്ട് അതുമായിട്ട് സംസാരവും വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം സിഹ്ർ ബാധിക്കും, ഉറപ്പാണ്. പക്ഷെ സിഹ്ർ ചെയ്യൽ മഹാപാതകം. ആർക്ക് സിഹ്ർ ചെയ്താലും ബാധിക്കും, പക്ഷേ സിഹ്ർ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഈമാനുള്ള ഒരാളും മറ്റൊരാൾക്ക് സിഹ്ർ ചെയ്യില്ല. അപ്പൊ ചികിത്സ ചെയ്യുന്ന, അസ്മായിന്റെ ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. അവർ യഥാർത്ഥ ആലിമീങ്ങൾ ആരും അതിന് കൂട്ടുനിൽക്കില്ല. ഇനി ആരെങ്കിലും അതിന് കൂട്ടുനിന്നാൽ അവൻ യഥാർത്ഥ ആലിമ്? നിങ്ങൾക്കെന്താ പറയാൻ വേണ്ടി? അല്ല, അങ്ങനെ പറയാ. പിന്നെന്താ? എല്ലാം അങ്ങനെ വെള്ളപൂശുക എന്ന് പറയും. ഒരു കാര്യം നമ്മൾ പറയുമ്പോ ആ പറയുന്നതിന് കൃത്യമായ വ്യക്തത വേണം. അസ്മായിന്റെ ചികിത്സ നടത്തുന്ന, ഇസ്ലാമിക ചികിത്സ നടത്തുന്ന ആലിമീങ്ങളുണ്ട്, ചികിത്സകരുണ്ട്, സയ്യിദന്മാരുണ്ട്. അവര് ഫലപ്രദമായ ചികിത്സ നടത്തും. അതിൽ ധാരാളം ശിഫാകളുമുണ്ട്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശൈഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, മഹാനവറുകൾ ഊതിയ മന്ത്രിച്ചോതിയ വെള്ളം, ആ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി 4000-5000 പേരാണ് ഒരു ദിവസം പോലീസാണ് നിയന്ത്രിക്കുക. ആ വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ മാണിയൂർ ഉസ്താദിന്റെ വീട്ടിൽ പോയാൽ കാണും, ഓരോ ദിവസവും 3000-4000-ലധികം ആളുകൾ ആ മന്ത്രി ചൂതിയ വെള്ളം ക്യാൻസറിന് ശിഫയാണ്. ആ ആളുകളാണ് ധാരാളം വരിക. 3000-4000 പേരാണ് പോലീസാണ് നിയന്ത്രിക്കുക. എന്തുകൊണ്ട്? അത് മാണിയൂർ ഉസ്താദ് രാത്രിയിൽ 1 മണിക്ക് എഴുന്നേറ്റിട്ട് സുബഹി വരെ 5 മണി വരെ അസ്മാഉൽ ഹുസ്നയും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളും മഹാനവറുകൾ ഉറക്കമളച്ചിരുന്ന ഒരേപോലെ ഇരുന്നിട്ട് ഔറാദുകൾ ഒരു മന്ത്രിച്ച വെള്ളമാണ്. അതില് ശിഫയുണ്ട്, അതില് ശിഫയുണ്ട്. എന്നാ വെള്ളം ഊതിക്കൊടുത്ത് തട്ടിപ്പടത്തിന് വേറെ ആളുകൾ ഉണ്ട് താനും. അതുകൊണ്ട് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കണം, ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ കേരളത്തിൽ വെള്ളം മന്ത്രിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എന്തുമാത്രം ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ടൂറിസ്റ്റ് ബസ്സിനകത്ത് കന്നാസം കെട്ടിക്കൊണ്ടാണ് പോയത്. അവസാനം അവിടെ വെള്ളം തികയാതെ വന്നപ്പോ അവിടെ മുമ്പിലുള്ള കടകളൊക്കെ അടച്ചുപൂട്ടി, ജുവലറിയൊക്കെ അടച്ചുപൂട്ടിയിട്ട് കന്നാസ് കച്ചവടം തുടങ്ങി. അമ്മാതിരി കന്നാസായിരുന്നു അവിടെ. അവിടത്തെ വെള്ളം പോയി ഊതി ഊതി മന്ത്രിച്ചാൽ അത് തിന്നാ രോഗം മാറും, അത് കുടിച്ചാല് പെറാത്ത പെണ്ണ് പെറും ഒക്കെ ആയിരുന്നു.
അവസാനം എന്തുമാത്രം തിരക്കാന്നറിയോ? ഏറ്റവും അവസാനം ഇല്ല ഒരു റെയ്ഡ് നടന്നു. അന്ന് ഈ ഷെയ്ഖുനാനെ പൊക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴറിഞ്ഞത് ഷെയ്ഖുന പൊന്നാനി പോയിട്ടില്ലെന്ന്. മനസ്സിലായില്ല ഇല്ലേ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോഴറിഞ്ഞത് ഷെയ്ഖുന പൊന്നാനി പോയിട്ടില്ല. സുന്നത്ത് കർമ്മം നടത്തിയിട്ടില്ല. അങ്ങനെയും നടന്നിട്ടുണ്ട് ഇവിടെ. എത്ര പെണ്ണുങ്ങളാ പോയത്? എന്റെ പൊന്നു പെണ്ണുങ്ങളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സിഹർ ചെയ്യുക. സിഹർ എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഖാല മൂസാ മാ ജിതും ബിഹി സിഹർ ഇന്നല്ലാഹ സയ്യുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. സിഹർ ചെയ്യൽ മഹാപാതകമാ. നിന്റെ എതിരാളിയുടെ കച്ചവടം തകരാനോ അവന് ആപത്തുകൾ വരാനോ ഏതെങ്കിലും ആളുകളെയോ മൂർത്തികളെയോ സ്വാധീനിച്ചിട്ട് സിഹർ ചെയ്താൽ വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, അല്ലാഹു പൊറുക്കുകയില്ല. നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. സിഹർ ചെയ്യൽ 7 വൻപാതകങ്ങളിലെ രണ്ടാമത്തെ കൊടുംപാതകമായി. ശിർക്ക് കഴിഞ്ഞാൽ ബുഖാരിയുടെ ഹദീസിലെ രണ്ടാമത്തെ പാതകം അത് സിഹർ ചെയ്യലാണ്. എത്ര ആളുകളാണ് സിഹർ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള പടച്ചറപ്പിനെ പേടിയുള്ള ആലിമീങ്ങളോ ആത്മീയ ചികിത്സകരോ അത് ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ പണത്തിന്റെ കൊതി കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവൻ യഥാർത്ഥ ചികിത്സകനല്ല. അല്ലാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചില ചാത്തൻ സേവകളും ചില മൂത്തി സേവകളുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അയൽവക്കക്കാരനെയും ബന്ധുക്കളെയും തറപറ്റിക്കാൻ ചെയ്യുന്നവരുണ്ട്. നീ ജീവിതത്തിൽ ഗതി പിടിക്കില്ല. ചെയ്യപ്പെടുന്നവനല്ല, ചെയ്യുന്നവനും ജീവിതത്തിൽ ഗതി പിടിക്കുകയില്ലെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരാൾ തകർന്ന് തരിപ്പണമാവാൻ നിങ്ങൾ സിഹർ ചെയ്യരുത്, മാരണം ചെയ്യരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിക്കവാറും ആളുകൾ അത് ചെയ്യുന്നത് ചാത്തൻ സേവയും മൂത്തി സേവയുമുള്ള ആളുകളുടെ അടുക്കൽ പോയി ചെയ്യുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ തന്നെയുണ്ട്. ഇതൊന്നും ഇസ്ലാമിന്റെ പാഠങ്ങളല്ല. ഇത് ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ്. അങ്ങനെ ചെയ്യുന്നവര് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചാത്തൻ സേവയും മൂത്തി സേവയുമുള്ള ആളുകളുടെ അടുക്കൽ പോയി അവരടുക്കൽ പോകുന്നവര് പൊക്കോട്ടെ, നമുക്കത് വിഷയമൊന്നുമല്ല, നമുക്കത് വിഷയമല്ല. മുസ്ലിമിനെ സംബന്ധിച്ചോളം അവനൊരു പദ്ധതിയുണ്ട്, അവനൊരു ഈമാനുണ്ട്. അത് ചെയ്യുന്നവൻ ഇസ്ലാമിന് പുറത്താണ്, ഒരു കാഫിറാണ്, പുറത്താണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞപ്പോ ആമീൻ എന്തൊരു ശക്തിയാ മിക്കവാറും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. ആമീൻ കേട്ടിട്ട് ഇത് ചെയ്യിക്കുന്നത് ചില അന്യമതസ്ഥരായ മൂർത്തി സേവയും ചാത്തൻ സേവയൊക്കെയുള്ള അന്യമതസ്ഥരായ ചികിത്സകരുണ്ട്. അവരുടെ അടുക്കൽ പോയി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഇസ്ലാമിന് പുറത്താണ്, പിന്നെ നിന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പിന്നെ നീ പറഞ്ഞ ഇത് കൂടുതൽ ഈ രോഗമുള്ളത് പെണ്ണുങ്ങൾക്കുമാണ്. അന്ധവിശ്വാസം കൂടുതൽ ഈ പെണ്ണുങ്ങൾക്കാണ്. പൂച്ച വട്ടം ചാടിയ നമ്മൾ അന്ന് പിന്നെ തിരിച്ചു വീട്ടിൽ കയറും. എന്തൊക്കെ പൂച്ച വട്ടം ചാടിയാൽ ഇറങ്ങി പോണ സമയത്ത് പൂച്ച വട്ടം ചാടി നേരെ തിരിച്ച് വീട്ടിൽ കയറും. ഇപ്പൊ പൂച്ചയ്ക്ക് പോകണ്ടേ? ഇമ്മാത് തവക്കുലില്ലാത്ത, അള്ളാഹുവിന് ഈമാനില്ലാത്ത എന്ത് മനുഷ്യന്മാരാ നിങ്ങൾ? പൂച്ച വട്ടം ചാടിയാൽ പല്ലി ചരച്ച സത്യമാണ്. അരമണിക്കൂർ കാമുകനെ വിളിച്ചിട്ട് ഡിലേറ്റ് ചെയ്ത് ഭർത്താവ് വന്നപ്പോ ചോദിച്ചു, സത്യം പറയടി നീ ആരെ വിളിച്ചത്? അള്ളാണ് ആരും വിളിച്ചില്ല, ഞാൻ ഉമ്മാനെ വിളിച്ചത്. സത്യം പറയടി. അപ്പൊ പല്ലി അടിച്ചാ കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. പല്ലിക്ക് അണ്ണാക്കി വല്ല ഇരയും കുടുങ്ങിട്ടത് ചലച്ചതാവും. അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരമായി നമ്മൾ മാറിയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളുണ്ട്. കുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബാണ് വലുത്. നിഅമൽ വക്കീൽ, ഞാൻ അവനെ പരമേൽപ്പിച്ചിട്ടാണ് ഇറങ്ങുക. പൂച്ചയെ കണ്ടാൽ തിരിച്ചു കയറാനുള്ളവനല്ല മുസ്ലിം. അള്ളാഹുവേ, ആ സമയത്ത് പറയാൻ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ആ സമയത്ത് എന്തെങ്കിലും മനസ്സിന് അലോസരതയുണ്ടായാൽ അള്ളാഹുവേ, പലരും അങ്ങനെ പറയാറുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ എപ്പ പറയണേ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്കെന്റെ റബ്ബിന്റെ സഹായമുണ്ടല്ലോ. അള്ളാഹു അന്ധവിശ്വാസങ്ങൾ മാറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സിഹർ ചെയ്യുക രണ്ടാമത്തെ പാതകമാണ്. 3 ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, രണ്ടാമത്തെ മൂന്നാമത്തെ പാതകമേതാ? വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്. വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്. 7 വൻപാപങ്ങളിൽ മൂന്നാമത്തെ വൻപാപം പറയട്ടെ നിങ്ങൾക്ക് വിഷമല്ലോ ഉണ്ടോ? പറഞ്ഞാൽ കുഴപ്പമല്ലോ ഉണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഖുർആൻ മൂന്നാമത്തെ പാതകമായി 7 വൻപാതകങ്ങളിൽ മൂന്നാമത്തെ വൻപാതകമായിട്ട് സഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എന്നൊക്കെ പറ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതേതാ? ആരാ മൂന്നാമത്തെ വൻപാതകം? അല്ലാഹു പൊറുക്കാത്ത വൻപാതകം. വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ച മനുഷ്യനെ കാരണമില്ലാതെ കൊന്നൊടുക്കുക. അല്ലാഹു ബഹുമാനിച്ചവനാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. അല്ലാഹു ബഹുമാനിച്ച മനുഷ്യനെ മജ്ജയുള്ള വികാരമുള്ള വിചാരമുള്ള ഉപ്പയുള്ള ഉമ്മയുള്ള മക്കളുള്ള കുടുംബമുള്ള കൂട്ടുകുടുംബമുള്ള എല്ലാ മാനുഷിക വികാരമുള്ള മനുഷ്യനെ അവനെ നിങ്ങൾ അകാരണമായി കൊലപ്പെടുത്തരുതേ. കൊലപാതകമരുതേ. രാഷ്ട്രീയ പാർട്ടികൾ മാറിപ്പോയതിന്റെ പേര്, സംഘടനാ വ്യത്യാസത്തിന്റെ പേര്, വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ സംഘടനാ വ്യതിയാനത്തിന്റെ പേര് പാതിരാത്രിയിൽ പതിയിരുന്നിട്ട് കടന്നു വരുന്നവന്റെ പള്ളയിലോട്ട് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റി മലന്നു വീഴുന്നവന്റെ മറത്ത് കയറി നിന്നിട്ട് അവന്റെ ശരീരത്തിന് അവയവങ്ങൾ വെട്ടിനുറുക്കി വൈകുന്നേരം വരുന്ന മകനെയും കാത്തിരിക്കുന്ന ഉമ്മയുടെ മുമ്പ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹമായി പാവപ്പെട്ട നിരപരാധികളുടെ മൃതദേഹങ്ങൾ കുന്നുകൂടുമ്പോ കാത്തിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ ചിതറിത്തെറിച്ച മൃതദേഹം വരുമ്പോ എതിരാളികൾ വിട്ടുവിഗതമാക്കിയ തന്റെ പിതാവിന്റെ ഏതു മുഖത്താണ് മുത്തം കൊടുക്കേണ്ടതെന്നറിയാട് പൊന്നുമക്കള് നിലവിളിക്കുമ്പോ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞാൻ എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരോട് ഓർമ്മിപ്പിക്കുകയാ. കണ്ണൂരും തലശ്ശേരിയിലും എന്ന് വേണ്ട, മലബാറിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്ന നിരപരാധികൾ എത്ര പേരാ? അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? അവൻ കോൺഗ്രസുകാരനാണോ? അവൻ മുസ്ലിം ലീഗുകാരനാണോ? അവൻ SDP കാരനാണോ? അതൊന്നുമല്ല സഹോദര, അവനൊരു മനുഷ്യനായിരുന്നു. അവനെ കാത്തവന്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നു. ഉപ്പയെ കാത്തു മക്കള് കാത്തിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ കൊന്നെടുക്കരുതേ. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹ്. ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലാ. ആരൊക്കെ കൊലപാതകത്തിന് പങ്കാളികളായോ? കണ്ണൂര് കൂത്തുപറമ്പില് കണ്ണൂരെ നിന്റെ കണ്ണുനീരുണങ്ങുന്നില്ലല്ലോ കണ്ണൂരെ. എത്ര പേരാണ് ഓരോ മാസങ്ങളിലും വധിക്കപ്പെടുന്നത്? ആരോ പറഞ്ഞതുപോലെ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശലോകത്ത് വെച്ച് പരസ്പരം കണ്ടാൽ അവര് പറയുന്നത് എന്തെന്നറിയോ? നമ്മൾ പിടിച്ച കൊടിക്ക് നമ്മുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശലോകത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ അവര് പറയുന്നുണ്ടാവും, നമ്മൾ പിടിച്ച ഇൻകിലാബിനും നമ്മൾ പിടിച്ച കൊടിക്കും നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പിടിച്ചെടുത്ത കൊടിക്കെന്നാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് ആശയത്തിന്റെ സംവാദമാകട്ടെ, ആയുധത്തിന്റെ സംവാദം പാടില്ല. അല്ലാഹു പറയാ, പ്രിയപ്പെട്ട മുസ്ലിമേ, ഏഴാമത്തെ 7 വൻപാതകങ്ങളിൽ മൂന്നാമത്തെ പാതകം വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹ്. ഒരാളെയും നിങ്ങൾ കൊല്ലരുതേ. അവൻ മനുഷ്യനാണ്, അല്ലാഹു ബഹുമാനിച്ചവനാണ്. അത് കുടുംബ വൈരാഗ്യമാകട്ടെ, അതിർത്തി തർക്കമാകട്ടെ, രാഷ്ട്രീയ സംഘടനമാകട്ടെ, ഒരാളെ പോലും കൊല്ലരുതേ. കൊലപാതകത്തിന് പങ്കാളികളാവരുതേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാ. 4ാമത്തെ പാതകം, 4ാമത്തെ വൻദോഷങ്ങളിൽ 7 വൻപാപങ്ങളിൽ 4ാമത്തെ പാതകം വാക്കിലു റിബാ. പലിശ ഭക്ഷിക്കുക, പലിശയുമായി ബന്ധപ്പെടുക, പലിശക്ക് കൊടുക്കുക. അല്ലാഹു വിരോധിച്ച, അല്ലാഹുവിന്റെ റസൂൽ 4ാമത്തെ മഹാപാപമായി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പാപമാണ് വാക്കിലു റിബാ.
പലിശ ഭക്ഷിക്കുക, പലിശയുടെ വിതരണക്കാരാവുക. പാവപ്പെട്ടവര് കച്ചവടക്കാരൻ കച്ചവടം ചെയ്യാതെ പൈസ ചോദിച്ചാൽ അവന് മാസാമാസം വട്ടിപ്പലിശ കൊടുത്തിട്ട് അവനിൽ നിന്ന് പിഴിഞ്ഞു വാങ്ങുക. എവിടെ കൊണ്ടുപോകാനാണ് മോനെ? എത്ര കോടികൾ പലിശയിലൂടെ സമ്പാദിക്കുന്നവരുണ്ട്. ഇതെവിടെ കൊണ്ടുപോകാനാ? 20,000 കോടി രൂപയുടെ സമ്പത്തുള്ള പുരട്சி തലൈവി ജയലളിതയാണ് ആ ചെന്നൈയിലെ കടപ്പുറത്ത് കിടക്കുന്നത്. അവരുടെ 20,000 കോടിയുടെ സമ്പത്ത് എവിടെ പോയി? സമ്പത്ത് എവിടെ പോയി? അതുകൊണ്ട് വാക്കിലു റിബ, പലിശ ഭക്ഷിക്കുക, പലിശയുമായി ബന്ധപ്പെടുക. അല്ലാഹു മാറി നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ പാതകം വാക്കിലു മാലൽ യതീമീങ്ങളായ അനാഥകളായ സാധുക്കളുടെ സമ്പത്തിൽ കൈയിട്ട് വാരുക. 7 വൻപാപങ്ങൾ ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇന്നാവാൻ പാടില്ല. അഞ്ചാമത്തെ പാതകമേതാ? വാക്കിലു മാലൽ യതീം, അനാഥകളായ യതീമീങ്ങളായ പാവങ്ങളുടെ സ്വത്ത് ഭക്ഷിക്കുക. 6 യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടുക. 6 യുദ്ധമുണ്ടാകുന്ന സമയത്ത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. ഇപ്പൊ യുദ്ധം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വിഷയമില്ല. എന്നാലും ഇസ്ലാമിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത്, ഇസ്ലാമിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുക. അല്ലാഹു ഈ മഹാപാതകൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏഴാമത്തെ പാപം സമയേറെ വൈകി, ഞാൻ സമയം കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിത് വിശാലമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. 7ാമത്തെ പാപം പറയട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ മാറ്റുമാറാകട്ടെ. 7ാമത്തെ വൻപാപം പതിവ്രതകളായ മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയുക. 7ാമത്തെ വൻപാപം പതിവ്രതകളായ മാന്യമായി ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുക. ഇതൊക്കെ വളരെ ഗൗരവമേറിയ പാപമാണ്. മദ്യം പറഞ്ഞില്ല, വ്യഭിചാരം പറഞ്ഞില്ല. അതിനൊക്കെ മുമ്പേ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഗൾഫുകാരന്റെ ഭാര്യയെ കുറിച്ച്, നിനക്ക് കൈ കിട്ടാതെ വഴുതിപ്പോയതിനെ കുറിച്ചൊക്കെ, നിനക്ക് കിട്ടാത്തതിനെ കുറിച്ച് നീ വേവലാതി പറയാ, അവലാതി പറയാ. അത് എന്താ പ്രശ്നം? എന്നാ നിനക്ക് കിട്ടിയില്ല. നല്ല ഒരു ഉയരമുള്ള പേരകത്തിന്റെ മുകളിൽ നല്ല പടുത്ത ഒരു പേരക്ക കിടന്നു, കുറെ നേരം എറിഞ്ഞിട്ട് പേരക്ക കിട്ടിയില്ല. അവസാനം നിരാശനായപ്പോ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ഞാനിനി എറിയണെന്തിനാ? ഈ വവ്വാല് പാല് നോക്കിയത് എനിക്കെന്തിനാ? കുറെ നേരം പേരകത്തിന്റെ മുകളിൽ ഒരു വലിയ പേരക്ക കിടന്ന് എറിഞ്ഞിട്ട് കിട്ടിയില്ല. അവസാനം കൈ കളിച്ചപ്പോ അവൻ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തിനാ എന്റെ ഊർജം കളയണത്? കാരണം എന്താ? അത് വവ്വാല് നോക്കിയതാണ്. അതെന്തുകൊണ്ടാണ്? നിനക്ക് കിട്ടാതെ വന്നപ്പോഴാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, വഖദഫ് മുഹ്സിനാത്ത് ഗാഫിലാത്ത്, വഖദഫ് മുഹ്സനാത്ത് ഗാഫിലാത്ത്. പതിവ്രതകളായ മാന്യമായി ഭർത്താക്കന്മാരുടെ കൂടെ, മക്കളുടെ കൂടെ കുടുംബജീവിതം നയിക്കുന്ന, അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതേപോലെ തന്നെ കുടുംബങ്ങളിൽ ചിത്രതയുണ്ടാക്കുന്ന രീതിയിൽ പാവപ്പെട്ട പ്രവാസികൾ ഗൾഫിൽ കിടക്കുന്നവന്റെ ഭാര്യയെ കുറിച്ച് കഥ പറയുന്ന ഓരോ പെണ്ണിനോടും ആണിനോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പല ആണുങ്ങളുമായി ബന്ധപ്പെട്ട് പെണ്ണുങ്ങളെ കൂട്ടി പറയാറുണ്ട്. ഇതൊന്നും അങ്ങനെ നിസ്സാരമായി പറയാൻ കഴിയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കുറിച്ചൊരു അപവാദം പറയണമെന്നുണ്ടെങ്കിൽ, ആരെ കുറിച്ചെങ്കിലും ആ പുരുഷനുമായിട്ട് ഈ പെണ്ണിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ പെണ്ണുമായിട്ട് ആ പുരുഷന് ബന്ധമുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളമായി വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും പ്രതികാരം തീർക്കാൻ ഒരു ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പിലൂടെ പോയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നിയമമേടയോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു മുഹ്സിനത്തായ അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. തുമ്മലം അവൻ പറഞ്ഞ ആരോപണത്തിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ അവന് പറ്റിയില്ലെങ്കിൽ അവനെ ചാട്ടവാറ് കൊണ്ടടിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നിനക്ക് വെറുതെ പറയാനുള്ളതല്ല. ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് നീ കണ്ടു. പക്ഷെ അതിനെക്കുറിച്ച് നിനക്ക് ഇസ്ലാമിക കോടതിയിൽ പരാതിപ്പെടണമെങ്കിൽ അത് വ്യക്തമായി കണ്ട 2 സാക്ഷികൾ വേണം. അതല്ലെങ്കിൽ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന്. കാരണം ഒരാളുടെ അഭിമാനത്തെ ഹനിക്കരുത്, ഒരാളുടെ ജീവിതത്തെ തകർക്കരുത്, ഒരാളുടെ ജീവിതത്തിന് തടസ്സമാകരുത്. നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളതെന്താ? ഓരോ പാപത്തെ കുറിച്ച് പറഞ്ഞിട്ടും പാപങ്ങൾ ചെയ്യാത്തവരാരുമില്ല. ഈ പാപങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്തൊക്കെ ഖുർആൻ നമ്മോട് പറഞ്ഞതെന്താ? വതൂബൂ ഇലല്ലാഹി ജമീഅ വതൂബൂ ഇലല്ലാഹി ജമീഅ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. ഞാൻ എന്റെ വിഷയത്തിന്റെ അവസാനം ഇങ്ങനെ സമാപിപ്പിച്ചു തരട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരേ ഒരു പരിഹാരമേതാ? വതൂബൂ ഇലല്ലാഹി ജമീഅ. പടച്ചറപ്പിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. അല്ലാഹുവോട് പറയണേ, ഞാൻ ചെയ്തു പോയി അല്ലാ, ഇനി ഞാൻ ചെയ്യില്ല അല്ലാ. നിങ്ങൾക്കറിയുമോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ താജദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് നാം മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴിയിൽ 80 കിലോമീറ്റർ അകലെയുള്ള ബനു സായിദ ഗോത്രത്തിലെ ഹനീമത്ത് സഅദിയ റളിയല്ലാഹു തആലയുടെ വീട്ടില് ഹനീമത്ത് സഅദിയയുടെ 6 വയസ്സ് പ്രായമുള്ള ഷൈമ എന്ന് പേരുള്ള പൊന്നുമോള് ഹബീബായ മുത്തിനെ തൊട്ടിലിട്ട് താരാട്ട് പാടുകയാ. യാ റബ്ബനാ അബ്ഖി أخي محمدا حتى رآه نافعا وأمردا هذا خلي لم تلده أمي. ഹബീബായ നബി തങ്ങൾക്ക് താരാട്ട് പാടുമ്പോ ആ താരാട്ട് കേട്ടിട്ട് ആ സമയത്ത് മുകൾ നിൽക്കുന്ന ചന്ദ്രൻ ഇങ്ങനെ ഇളകി കളിക്കുകയാ. ചന്ദ്രഗോളമേ, നീ ഇളകി കളിക്കുന്നതെന്തിനാ? മുത്തുനബി തൊട്ടിലിൽ കിടക്കുമ്പോ മുകളിൽ നിന്ന് ചന്ദ്രന് പോലും നാണമാകുന്നുവോ? ആ ചന്ദ്രൻ പറയുന്നു, എനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങണം. കാരണം മുത്തുനബിയുടെ മുകളിലല്ലയോ ഞാൻ നിൽക്കുന്നത്. അതൊരതവ് കേടാകുമോ? അമ്പലത്തിങ്കൽക്കരയും ഗഗനവും ഭുവനവും ചന്ദ്രനും താരകങ്ങളും കൊടുമുടികളും നടുമുടികളും കാകനവും കരടിയും ഒക്കെ ഒരേപോലെ സലാത്ത് ചൊല്ലിയ മദീനയുടെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ പൊന്നുമോനെ, ദിൽ കേ സബാൻ തുമാരേ ലിയേ. ഓ നബിയെ, എന്റെ ഹൃദയത്തിൽ അങ്ങ് വെളിച്ചം തന്നത് അങ്ങക്ക് വേണ്ടി പറയാണല്ലോ. ദിൽ മേ സബാൻ തുമാരേ ലിയേ. ഈ നാവിന് നീ അക്ഷരത്തെ തന്നത് അല്ലാഹുവിന്റെ റസൂലിനെ പറയാണല്ലോ. അഹമ്മദ് കബീറിന്റെ നാവിന് അല്ലാഹു അക്ഷരത്തിന്റെ ഗരിമ തന്നതെന്തിനാ? അത് പ്രവാസകനാകാനല്ല, അത് പ്രസംഗിക്കാനല്ല, ഇത് മുത്തു റസൂലിന്റെ സലാത്ത് പറയാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പിൽ സലാത്ത് ഉണ്ടാവണേ. മദീനയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാ. ഈ നാവിന്റെ വെളിച്ചം സലാത്തിനല്ലയോ?
ഞാൻ നിങ്ങളോട് അറിവ് പറഞ്ഞു തരികയല്ല, പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, പരിത്യാഗം പറയാൻ ഞാനൊരു ത്യാഗിയല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല, ഗരിമ പറയാൻ ഞാനൊരു സാഹിതിയല്ല, നിർമ്മിതി പറയാൻ ഞാനൊരു നിർമ്മാതാവല്ല, അത്യുന്നതങ്ങളിൽ പോവാൻ ഞാനൊരു ആത്മാവിന്റെ സഖിയല്ല. പിന്നെ ഞാനാരാ? വജുദിലി ബിഅഫ്വിക ആനൽ ഫഖീറു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നുണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാത്തിന്റെ അത്യുന്നതമായ ആത്മസമർപ്പണത്തിന്റെ ആത്മീയ രൂപങ്ങളായി അവിടത്തേക്ക് പറഞ്ഞ ഒരു ആശിക്കായിട്ട് പറയാ. നിങ്ങൾ മസ്ജിദുൻ നബവി കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പോയാൽ ആ മസ്ജിദുൻ നബവിയുടെ വലതുഭാഗത്ത് മദീന യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ മദീന യൂണിവേഴ്സിറ്റിയുടെ മറുഭാഗത്ത് വിശാലമായ മരുഭൂമി പോലെ കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. ആ മരുപ്പറമ്പില് മണൽത്തരികൾക്ക് പറയാനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്രാവശ്യം ഞാൻ ഹജ്ജിന് പോകവേ അൽഹംദുലില്ലാഹ് എന്റെ കൂടെ വന്ന മുഴുവൻ ആളുകളെയും വിളിച്ച് ളുഹർ നിസ്കാരം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ആ വിശാലമായ സ്ഥലം അവിടെ നിർത്തിയിട്ട് ഞാൻ ഈ കഥ അവരോട് പറഞ്ഞു കൊടുത്തു. ഈ സ്ഥലമേതെന്നറിയോ? ഈ മണൽത്തരി ഏതെന്നറിയുമോ? ഈ മണൽത്തരിക്ക് പറയാൻ കഥകളേറെയുണ്ട്. മദീനത്തിന്റെ മണൽത്തരിയല്ലേ ഉഖുബാത്തരി മദീനയുടെ തെരുവൻ ചരിത്രമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, എന്തുകൊണ്ടും മദീന ഞങ്ങളുടെ സ്വപ്നഭൂമിയായി, എന്തുകൊണ്ടും മദീന ഞങ്ങളുടെ ജന്മഭൂമിയായില്ല? മദീനയിൽ ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കവിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. കവിയുടെ വാക്കിൽ വാഴ്ത്തപ്പെടട്ടെ. മലയാളത്തിന്റെ കവിയുടെ മലയാളാക്ഷരത്തിന്റെ പ്രവാചക പ്രേമത്തിന്റെ കാവ്യപല്ലതകങ്ങൾ ആത്മാവിന്റെ പ്രേമപല്ലതങ്ങളായി പെയ്തിറങ്ങിയ അനുരാഗത്തിന്റെ അടരാത്ത മാരിവില്യ പോലെ മനോഹാരിത നിറഞ്ഞു നിന്ന പദ്യാത്മകമാണിത്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ മലയാളത്തിന്റെ മണ്ണിൽ എന്തിനാ നീ എനിക്ക് പിറവി തന്നറല്ലാഹുവേ? നീ എനിക്ക് ജന്മം തരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. എന്റെ റസൂലുള്ളാഹിയുടെ പാദസ്പർശനമേക്കാത്ത ഈ മണ്ണിൽ എന്തിനാണ് എനിക്ക് നീ ജന്മം തന്നത്? നീ എന്നെ മണ്ണുകൊണ്ട് പടച്ചിരുന്നെങ്കിൽ എന്റെ മുത്തു റസൂലിന്റെ പാദസ്പർശനമേറ്റ് പുളകിതമായ മദീനത്തെ മണ്ണിന് നീ എനിക്ക് ജന്മം നൽകി കൂടായിരുന്നു അല്ലാഹുവേ എന്ന ആശിക്കിന്റെ വിരഹനായകന്റെ അത്യുന്നതമായ ആത്മാവിന്റെ ആന്തോളനങ്ങളെ അനിർവചനീയമായ അനുഭൂതിയിലേക്ക് ആവാഹിച്ചെടുത്ത ആശിക്കിന്റെ വാക്കുകളിലൂടെ പറയുമ്പോ മദീന ലോകത്തിന്റെ ചരിത്രമാണ്. മദീനയുടെ മണൽത്തരി പറഞ്ഞു തരുന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഒന്ന് മറ്റൊന്നുമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയുന്നത്, നബിയേ തഹിറണി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് ശുദ്ധിയാക്കി തരണേ നബിയേ. ഹബീബായ നബിയോട് ഈ പറഞ്ഞ തെറ്റുകൾ ചെയ്യാത്തവരില്ല, പക്ഷെ തെറ്റുകളിൽ നിന്ന് നമുക്കൊരു ശുദ്ധി ഉണ്ടാവും, നമുക്കൊരു പരിശുദ്ധി ഉണ്ടാവണം. അള്ളാഹു നമ്മളെ പരിശുദ്ധരാക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വിവശനായി ആവലാതിയോട് വേവലാതിയോട് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ തഹിറണി യാ റസൂലല്ലാഹ്, തഹിറണി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ? ആരാ വരുന്നത്? മഹാനായ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയാണ്, നബിയേ തഖിറനി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. ആദ്യം തെറ്റ് ചെയ്തു എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു നമുക്ക് അങ്ങനെ ശുദ്ധീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ. ആരാണ്? മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഹലക്തു യാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി നബിയേ. എന്താ മായിസേ പറയുന്നത്? നീ നശിച്ചെന്നോ? അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞൊരു സ്വഭാവം എനിക്കുണ്ട് നബിയേ. ഇതാണ് സഹാബത്തുകൾ. നബിയെ ഞാൻ നശിക്കാൻ കാരണം എന്താ? വ്യഭിചരിച്ചിട്ടല്ല, കല്ല് കുടിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞൊരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട് നബിയെ. എന്താ സ്വഭാവം? വ്യഭിചാരമല്ല, കള്ളുകുടിയല്ല. ഇവിടെയാണ് പടച്ചോനെ ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, അപ്പൊ ഞാൻ ആരാ? ഞാൻ വലിയ മുത്തഖിയാണ്. അല്ല, എന്താ പറഞ്ഞതെന്നറിയോ നബിയെ? ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ട് ആളുകൾ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് നബിയെ. അത് പാടില്ല എന്ന് ഖുർആൻ നിരോധിച്ചതല്ലേ? ലാ തക്സബന്നല്ലദീന യഫറഹൂന ബിമാ ആതൗ വയുഹിബ്ബൂന അൻ യുഹമദൂ ബിമാ ലം യഫഅലൂ. അവര് ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ വെറുതെ പുകഴ്ത്തുക, ആ പുകഴ്ത്തുന്നവന് ഇഷ്ടമാണ് തീരുക. ഇത് മോശമാണെന്ന് ഖുർആൻ പറഞ്ഞ സ്വഭാവമാണ്. ആ സ്വഭാവം എന്നിലുണ്ട് എന്ന് പറഞ്ഞ് വേവലാതി പറഞ്ഞ അസ്ഹാബ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, മഹാനായ മായിസ് റളിയല്ലാഹു തആല പറഞ്ഞ നബിയെ ഖദ് സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയെ. റജിംനി യാ റസൂലല്ലാഹ്, എന്നെ എറിഞ്ഞുകൊല്ല് നബിയെ. നിങ്ങൾക്കറിയാം ചരിത്രം. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ ഈ പറഞ്ഞ മദീനത്തുൻ നബവിയുടെ മറുഭാഗത്തുള്ള മരുഭൂമിയിലേക്ക് ഇറക്കി നിർത്തിയിട്ട് സഹാബത്തുകൾ കല്ലുകൾ കൊണ്ട് ആന്നെറിയുകയാ. കൂത്തുമൂത്ത കരിങ്കല്ലുകൾ വന്ന് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് പതിച്ച് മാനവകളുടെ ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാത്തൊടുകുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ മായിസ് എന്ന ചെറുപ്പക്കാരൻ പുളയവേ മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല ഒരു കല്ലെടുത്തിട്ട് മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിലേക്ക് എറിഞ്ഞു. നെറ്റി പൊട്ടിച്ചെറിയിട്ട് ചുടുരക്തം എറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തെറിച്ചു. വല്ലാത്തൊരു അലോസരതയോടെ ഖാലിദ് റളിയല്ലാഹു അൻഹു ഛേ എന്ന് പറഞ്ഞിട്ട് പുറം കൈ കൊണ്ടാ രക്തം തുടച്ചു മാറ്റുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് നിൽക്കുകയാ. അവസാനം വേറുകളേറ്റ് പ്രഹരങ്ങളേറ്റ് മായിസ് റളിയല്ലാഹു അൻഹു രക്തം തടം തല്ലിയാ തുടങ്ങി താഴോട്ട് വീടവേ മരണത്തെ മുഖാമുഖം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറുകളേറ്റ് പ്രഹരമേറ്റ് ചതഞ്ഞു പോയ ശരീരം തന്നെ മടിയിലേക്ക് എടുത്തു വെച്ച് മായിസ് റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ പിളയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ മായിസേ, എന്തേ മായിസേ? ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് കരിങ്കൽ മുഴുവനും ഏറുകൊണ്ട് പ്രഹരമേറ്റ് ശരീരം വിറങ്ങലിച്ച് ഇതൊക്കെ മായിസ് ചോദിച്ചു വാങ്ങിച്ചതല്ല ചെറുപ്പക്കാരാ. ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത കാലഘട്ടത്തിലാണ് തന്റെ കടയിലോട്ട് വന്നൊരു പെണ്ണുമായി വ്യഭിചരിച്ചു കുറ്റബോധം തോന്നിയതൊരു പോലീസ് സ്റ്റേഷൻ ഇല്ല, ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഇല്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പോലീസ് സ്റ്റേഷൻ തകർത്ത് കഴിയുമെന്ന് റഷ്യൻ വിപ്ലവത്തിന് ബോൾഷെവിക്കുകൾ ഓഫർ കൊടുത്തതുപോലെ ഒരു പോലീസ്
എഡ്യൂക്കേഷൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ മടിയിൽ സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയുടെ അവസാനം ചോദിച്ചു, ഈ യാ റസൂലല്ലാഹ്, അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അതിന്റെ പ്രായശ്ചിത്തം ഇവിടെ വെച്ച് തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ട് കല്ലുകൾ എന്റെ ശരീരത്തിൽ തുളച്ചു കയറി നബിയേ. വേദന കൊണ്ട് ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു നബിയേ. ഇന്നെന്റെ ശരീരം മുഴുവന് കല്ലുകളുടെ ഏറുകളേറ്റിട്ട് എന്റെ ശരീരം മുഴുവൻ ഇടിഞ്ഞു നുറുങ്ങുന്ന വേദനയാണ് നബിയേ. എന്താണ് മായിസേ ഇനി എനിക്ക് അങ്ങയോട് അറിയാനുള്ളത്? ഞാൻ ഈ ഏറുകളേറ്റിട്ട് പ്രഹരമേറ്റിട്ട് അങ്ങയുടെ മടിത്തട്ടിൽ കിടന്ന് വിട പറയുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്, അള്ളാഹുടെ മുമ്പിലേക്ക് എന്നെ ഹാജരാക്കപ്പെടാൻ പോവുകയാണ്. അവിടെ പോകുമ്പോ ഇതേ തെറ്റിന്റെ പേര് ഇനി നരകത്തിലും എനിക്ക് ശിക്ഷയേറ്റു വാങ്ങേണ്ടി വരുമോ യാ റസൂലല്ലാഹ് എന്ന് മഹാനായ മായിസ് റളിയല്ലാഹു തആല ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മറുപടി സമാപനത്തിൽ നിങ്ങളോട് ഞാൻ പകർന്നു തരട്ടെയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മായിസേ വേണ്ട വേണ്ട, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമാ ലാ യുഅദ്ദിബുഹുമുല്ലാഹു ബിഅദാബൈ. മായിസേ, എന്റെ സമുദായത്തിന് അല്ലാഹു ധാരാളം അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു തെറ്റിന്റെ പേരിൽ എന്റെ സമൂഹത്തെ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ബോധവാന്മാരാവുകയും തൗബ ഇവിടെ വെച്ച് തന്നെ നടത്തുകയും പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ പോവുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടെ യാത്ര തിരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്ക് ഏതാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മടക്കയാത്ര നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, 7 വൻപാതകങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത്. അറിയാതെ ചെയ്തു പോയാൽ വതുബൂ ഇലല്ലാഹി ജമീആ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടക്കണേ. തെറ്റുകളൊക്കെ പുറത്തു മാപ്പാക്കി അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ വിട പറയാൻ ഒരുങ്ങണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് എപ്പോഴും വിട പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞ് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.